റഷ്യയിലെ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഭ്രാന്തിളകി പ്രസിഡന്റ് പുടിൻ. അമേരിക്കയും കാനഡയും ഭീകരാക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് റഷ്യയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ ബ്ലാക്ക്മെയിലിംഗ് ആണെന്ന് പറഞ്ഞ് പുടിൻ മുന്നറിയിപ്പിനെ പാടെ അവഗണിക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പിൽ വിജയം സ്വന്തമാക്കിയതിന്റെ ലഹരിയിൽ പുടിൻ മുന്നറിയിപ്പിനെ തള്ളിക്കളയുകയുമായിരുന്നു. എന്നാൽ ഭീകരാക്രമണം പുടിന്റെ ഭരണവീഴ്ചയായി വിലയിരുത്തുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇതുപോലൊരു സംഭവം റഷ്യയിൽ ഉണ്ടായിട്ടേയില്ല. ഭീകരാക്രമണത്തിന് ശേഷം തിരിച്ചടിക്കാനും ശക്തമായ നിലപാട് സ്വീകരിക്കാനും പുടിനുമേൽ വലിയ സമ്മർദ്ദമുണ്ട്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം IS ഭീകരർ ഏറ്റെടുത്തിരുന്നു. ആക്രമണത്തിന്റെ വീഡിയോയും പുറത്തുവിട്ടു. എന്നിട്ടും യുക്രൈനാണ് ആക്രമണത്തിന് പിന്നിലെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് പുടിൻ നടത്തുന്നത്. എന്നാൽ ആരോപണം യുക്രൈൻ നിഷേധിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് പ്രതികാരമെന്നോണം യുക്രൈൻ തലസ്ഥാനമായ കീവിലും ലീവ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും റഷ്യൻ സൈന്യം ആക്രമണം നടത്തിയത്. ഭീകരാക്രമണം പുടിനെ വലിയ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ഭീകരാക്രമണത്തിന് പിന്നാലെ റഷ്യ ശക്തമായ വ്യോമാക്രമണം നടത്തിയതിന് കാരണം ഇതാണ്. ഇതൊരു ആണവ യുദ്ധത്തിലേക്ക് പോകുമോ എന്ന ആശങ്കയിലാണ് ലോകം. മോസ്കോയിലെ ക്രോക്കസ് സിറ്റി കൺസർട്ട് ഹാളിലാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഭീകരാക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ 140 പേരാണ് കൊല്ലപ്പെട്ടത്. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പരിക്കേറ്റ പലരുടെയും നില ഗുരുതരമാണെന്നും മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ആക്രമണത്തിന് പിന്നാലെ ഇതിന് പിന്നിലുള്ളവരെ ശിക്ഷിക്കുമെന്ന് പുടിൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജ്യത്ത് സുരക്ഷയും വർദ്ധിപ്പിച്ചു. അക്രമികൾ യുക്രൈനിലൂടെയാണ് രക്ഷപ്പെട്ടതെന്നാണ് പുടിൻ ആരോപിക്കുന്നത്. മാത്രമല്ല റഷ്യയുടെ അതിർത്തി കടക്കാൻ യുക്രൈനിൽ നിന്നുള്ളവരുടെ സഹായം ലഭിച്ചതായി പ്രാഥമിക വിവരം ലഭിച്ചെന്നും പുടിൻ വ്യക്തമാക്കി. പിന്നാലെയാണ് റഷ്യ യുക്രൈനിൽ വ്യോമാക്രമണം അഴിച്ചുവിട്ടത്. പിന്നാലെ നാറ്റോ അംഗങ്ങളായ രാജ്യങ്ങൾ കനത്ത ജാഗ്രതയിലാണ്. പോളണ്ടിൽ സൈനികരെ ഏതു സാഹചര്യവും നേരിടാൻ സജ്ജരാക്കി നിർത്തിയിരിക്കുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. യുക്രൈൻ പോളണ്ട് അതിർത്തിയിലും റഷ്യ ആക്രമണം നടത്തിയിരുന്നു. മേഖലയിൽ യുദ്ധാന്തരീക്ഷമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ലോകരാജ്യങ്ങൾ ആശങ്കയോടെയാണ് പുതിയ സംഭവവികാസങ്ങളെ നിരീക്ഷിക്കുന്നത്.